അദർസു സാലിസ് കേരള വനിയമുല്ലാഹില്ലത്തി ലാ തുഹ്സ കേരളം എണ്ണിയാലൊടുങ്ങാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും. ഹൽ താരിഫുന ബഅദൽ അമാകിനി സിയാഹിയത്തി ഫി കേരള കേരളത്തിലെ ചില ടൂറിസ്റ്റ് പ്ലേസുകൾ നിങ്ങൾക്കറിയാമോ? ഉദ്കുർ അൽ മഹമിയത്ത് അൽ ഖാസത്ത് ബിൽ മായിസിൽ ജബലി വരയാടുകൾ ഉള്ള റിസർവ് ഫോറസ്റ്റ് ഏതാണെന്ന് പറയാമോ? ഫി ഐ മുഖാത്തത്തിൻ തഖാവ് കല്ലത്തു ബേക്കൽ കോട്ട എവിടെയാണ്, ഏത് ജില്ലയിലാണ്? ഹൽ ഖറഅതും കിതാബൻ ഫി അദബി റിഹ്ല സഞ്ചാര സാഹിത്യത്തിലെ ഏതെങ്കിലും പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഹാദ വസ്ഫുൻ അദബിയൻ ഇതൊരു അദബിയായ ഒരു ലിറ്റററി ഡിസ്ക്രിപ്ഷനാണ്. എന്തിനെക്കുറിച്ചുള്ള? ആരുടെ? ലി റഹാലത്തിൻ സൗദിയൻ അബിൽ യാസി ഹൗല വിലായത്ത് കേരള സൗദി സഞ്ചാരിയായ അബുൽ യാസിയുടെ കേരളത്തെക്കുറിച്ചുള്ളൊരു വിവരണമാണിത്. ഫി സഫത്ത് ഫേസ്ബുക്ക് അദ്ദേഹം ഇത് ഫേസ്ബുക്കിലാണ് എഴുതിയിരിക്കുന്നത്. യുഷാത്തുർ മഷാഇറഹു തൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്യുന്നു. മിനൽ മലാലിർ തൊബിയത്തി റായത്തി മനോഹരമായ പ്രകൃതി കാഴ്ചകളുടെ. വമാ ഷാഹദഹു മിന തഖാലിദി വലാദാത്തി അതേപോലെ അദ്ദേഹം കണ്ട കേരളത്തിൽ വെച്ച് അദ്ദേഹം കണ്ട കേരളത്തിലെ ആചാരങ്ങളും മറ്റും കലകളും ഒക്കെ അദ്ദേഹം തൻ്റെ കുറിപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വായിച്ചു നോക്കാം. അദ്ദേഹം എഴുതുകയാണ്, സൗദി പൗരനാണ്. അവലൻ ആദ്യമായി അഹമ്മദുല്ലാഹ തആല അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൻ വഫഖനി ഫി റിഹ്ലത്തി ഇല കേരള എനിക്ക് കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. വ അഹമ്മദുഹു സാനിയൻ രണ്ടാമത് അവനെ ഞാൻ സ്തുതിക്കുന്നു. അൻ ഹഫളനി വ അഹ്ലി മിൻ കുല്ലി ശർരിൻ വ മർളിൻ വസൂഇൻ എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ സംരക്ഷിച്ച അള്ളാഹുവിനെ ഞാൻ രണ്ടാമതായി സ്തുതിക്കുന്നു. വ അമദന ബിസ്സിഹത്തി വല്ലാഫിയത്തി ഞങ്ങൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്തതിൽ ഖിലാല ഹാദിഹി സഫർ ഈ യാത്രയിലുടനീളം ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ഞങ്ങളെ സംരക്ഷിച്ച അള്ളാഹുവിനെ ഞാൻ രണ്ടാമതായി സ്തുതിക്കുന്നു. കമാല അൻസ അതേപോലെ ഞാൻ മറക്കുന്നില്ല കുല്ല മൻസാറ കേരളം സന്ദർശിച്ചവരെ ഒന്നും ഞാൻ മറക്കുന്നില്ല. വമാ കതബത്ത് അനാമിലുഹു മിൻ അജ്മലിൽ ഔസാഫി അതേപോലെ അവരുടെ അനാമിൽ വിരലുകൾ എഴുതിയ വളരെ മനോഹരമായ കേരളത്തെക്കുറിച്ചുള്ള വർണ്ണനകളെയും ഞാൻ മറക്കുന്നില്ല. ലിത്തിൽക്കൽ ബിലാദി ആ നാടിനെ കുറിച്ചുള്ള കേരളത്തെക്കുറിച്ചുള്ള അവരുടെ ആ വർണ്ണനകളെയും ഞാൻ മറക്കുന്നില്ല. ലിത്തിൽക്കൽ ബിലാദി ആ നാടിനെ കുറിച്ചുള്ള കേരളത്തെക്കുറിച്ചുള്ള. റാത്തി തൊബിയത്തി റായത്തി മനോഹരമായ പ്രകൃതിയുള്ള ആ നാടിനെ കുറിച്ച്, അതായത് കേരളത്തെക്കുറിച്ച്. മനോഹരമായ പ്രകൃതി മാത്രമല്ല, വശാബിഹ തൊയ്യബ് നല്ല അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും. അറാഖി ഉന്നതരായ, ബി അഖ്ലാഖിഹി ഉന്നത സ്വഭാവമുള്ളവരായ, മഹ്മാ കാനത്ത് ദിയാനുഹു ഏത് മതക്കാരാണെങ്കിലും ഉന്നത സ്വഭാവമുള്ള നല്ലവരായ കേരളക്കാരെ കുറിച്ചും കേരളത്തിലെ പ്രകൃതി ഭംഗിയെക്കുറിച്ചും ഒക്കെ പലരും എഴുതിയിട്ടുണ്ട്. അതൊന്നും ഞാൻ മറക്കുന്നുമില്ല. ഇന്ദലഖന മിൻ മതാരിൽ മലിക് ഖാലിദ് ബിൻ റിയാദിലെ സൗദിയിലെ ആ തലസ്ഥാനമാണ് റിയാദ് അല്ലേ. റിയാദിലെ അൽ മലിക് ഖാലിദ് എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾ പുറപ്പെട്ടു. വസൽന കേരള ഞങ്ങൾ കേരളത്തിലെത്തി. ബിൽ ഹിന്ദ് ഇന്ത്യയിലെ ഫി മദീനത്ത് തിരുവനന്തപുരം പട്ടണത്തിലാണ് എത്തിയത്. വജദ്ന അസാക്ക ഞങ്ങളുടെ ഡ്രൈവറെ കണ്ടുമുട്ടി. വദഹബബിന ഇല മക്കാനിൻ യുസമ്മ പൂവാർ എന്ന പേരുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം ഞങ്ങളെയും കൊണ്ടുപോയി. റക്കിബിന അൽ ഖാരിബ ഞങ്ങൾ അവിടെ നിന്ന് ബോട്ടിൽ കയറി. വഷാഹദന ഹുനാക്കൽ ബഹർ അൽ അറബി അവിടെ വെച്ച് ഞങ്ങൾ അറേബ്യൻ സീ കണ്ടു. വൽ ജുസറൽ മുഹാത്ത ബിഹി അറേബ്യൻ സിയാൽ വലയം ചെയ്യപ്പെട്ട് കിടക്കുന്ന ദ്വീപുകളും കണ്ടു. വയുസമ്മൽ മക്കാനു അഷാത്തി ഉസഹബി സുവർണ തീരം, സുവർണ ബീച്ച്, ഗോൾഡൻ ബീച്ച് എന്ന് ആ സ്ഥലത്തിന് പേരുണ്ട്. വഷാഹദന അൻവാ അമ്മിന് തുയൂരിൽ മുത്തനവ്യ വിവിധയിനം പക്ഷികളെ ഞങ്ങൾ അവിടെ കണ്ടു. വഫിൽ മസായി വൈകുന്നേരം ഉദ്നായിലൽ ഫുന്ദുഖ് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. വഫി സുബാഹിൽ യോമിത്താലി അടുത്ത ദിവസം രാവിലെ ദഹബനായില ഹദീഖത്തുൽ ഹൈവാനാത്തി ഫി തിരുവനന്തപുരത്തുള്ള മൃഗശാലയിൽ ഞങ്ങൾ പോയി. വതജവൽന ഫിഹ അവിടെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി. സുമ്മത്തജഹനായില ഷാത്തി കോവളം പിന്നെ ഞങ്ങൾ കോവളം ബീച്ചിലേക്ക് പോയി. വത്തജഹനായില ഷാത്തി ശംഖുമുഖം സുമാഉദ്നായില മുൻതജ പിന്നെ ഞങ്ങൾ റിസോർട്ടിലേക്ക് മടങ്ങി. ശംഖുമുഖം ബീച്ചിലും പോയി. വഫിലിയോമിത്താലി പിറ്റേ ദിവസം ഇത്തജഹനായില മൂന്നാറിലേക്ക് പോയി. വസ്തംതാന ഫി ത്വരീഖ് ബിൽ മനാദിർ ത്വബീഇയ്യത്തി വശലാലത്ത് അങ്ങനെ മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ പ്രകൃതി കാഴ്ചകളും ഷലാലത്ത് മീൻസ് വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളും ഒക്കെ ആസ്വദിച്ചു കൊണ്ടാണ് ഞങ്ങൾ പോയത്. മാത്രമല്ല വൽ ഹൈവാനത്തിൽ ബരിയ കരയിലുള്ള മറ്റു മൃഗങ്ങളെയും ഞങ്ങൾ കണ്ടുകൊണ്ടുപോയി. വദഖൽന ഇലൽ ലഗാബത്തി ഞങ്ങൾ കാട്ടിലേക്ക് പ്രവേശിച്ചു. അലൽ അഖ്ദാമി കാൽനടയായിട്ട്. വതജവൽന ഫിഹ അലൽ അഫിയാൽ എന്നിട്ട് അവിടെ ആനപ്പുറത്ത് കയറി സഞ്ചരിച്ചു. തള്ളാണോ? ആനപ്പുറത്ത് കയറാൻ പറ്റുമോ? ഓക്കെ. ഉദ്കുർ ബഅദൽ വിജ്ഹാദ് സിയാഹിയത്തി ഫി മിൻതഖത്തിന നമ്മുടെ പ്രദേശത്തുള്ള ചില ടൂറിസ്റ്റ് പ്ലേസുകളുടെ പേര് പറയുമെന്നാണ് പറയുന്നത്. പിന്നെ
തഹത്തവി മൂന്നാർ ഉൾക്കൊള്ളുന്നു അല അതീദ് മിനൽ അമാക്കിന് ധാരാളം അൽ ജമീല മനോഹരമായ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മൂന്നാർ. അല്ലത്തി തസ്തഹിഖു സിയാറ പോകാൻ പറ്റിയ സ്ഥലമാണ്. മിസല ഹുക്കൂൽ ഷായ് ഏതുപോലെ ചായത്തോട്ടങ്ങൾ പോലെ, അൽ മുർത്തഫി ഉയർന്നു നിൽക്കുന്ന ഉയരത്തിലുള്ള മലമുകളിലുള്ള ചായത്തോട്ടം. ഫഹിയ ബിഹക്കിൻ യഥാർത്ഥത്തിൽ ശരിക്കും ആ ചായത്തോട്ടം മിൻ അജ്മലി മസാരി ഷായ് അവിടെ മൂന്നാറിലുള്ള ചായത്തോട്ടം ഏറ്റവും മനോഹരമായ ചായത്തോട്ടങ്ങളിൽ ഒന്നാണ്. വബിഹാദ സബബി ഇത് കാരണമാണ് വഖാ ഇഖ്തിയാരി ലിഹാദൽ മൗഖിഫിൽ ഹിന്ദ് ഇന്ത്യയിലെ ഈ പ്രദേശം ഞാൻ സെലക്ട് ചെയ്തത് ഈ ചായത്തോട്ടങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി. കാനത്ത് ഹുനാക സയ്യാറത്തുൻ ഖാസത്തുൻ പ്രത്യേക തരത്തിലുള്ള ഒരു വാഹനം അവിടെയുണ്ട്. മിന്ന ജീപ്പിന്റെ ഇനത്തിൽപ്പെട്ട മീൻസ് നമ്മുടെ ജീപ്പ് അല്ലേ, അത് സൗദിയിൽ ഇല്ലാത്ത സാധനമാണ്. അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടുണ്ട് അവർക്ക്, ഇതെന്ത് സാധനമാണ്. യുംകിനു ബിഹാൽ വസൂലുലിൽ മുന്തജ ആ ജീപ്പിൽ കയറി ഞങ്ങൾക്ക് നമുക്ക് റിസോർട്ടിൽ എത്താൻ പറ്റും. ബിന്നിസ്ബത്തിലി എന്നെ സംബന്ധിച്ചിടത്തോളം ഹാദൽ മർക്കബ് അഹദു മുതഅൽ സഫർ ഈ വാഹനവും ഈ ജീപ്പ് എന്ന് പറയുന്ന സാധനവും ഒരു യാത്രാ ആസ്വാദനത്തിൽപ്പെട്ടതാണ്. ആ ജീപ്പിനെ ഞാൻ നന്നായി ആസ്വദിച്ചിട്ടുണ്ട്. വല അൽ മനാദർ അൽ ജമീലത്ത അതേപോലെ അൽ മനാദർ ജമീല ഭംഗിയുള്ള കാഴ്ചകളും വൻ അസമാത്തിൽ ഹവാ ഇൽ അലീല ഇളം കാറ്റുകളും മന്ദമാരുതൻ അല്ലെ, അതും ബിറായിഹത്ത് ഷായ് എങ്ങനെയുള്ള കാറ്റുകളാണ്? ബിറായിഹത്ത് ഷായ് ചായത്തോട്ടങ്ങളുടെ ചായപ്പൊടികളുടെയൊക്കെ സുഗന്ധം ഉള്ള കാറ്റുകളും. വാസ്വാത്തു തക്കത്തി മിഹസാത്തി അഹ്സാനി ഷായ് ചായക്കമ്പുകൾ ചായച്ചെടിയുടെ കമ്പുകൾ വെട്ടുന്ന മിഖസാത്ത് കത്രികകളുടെ ടിക് ടിക് ശബ്ദങ്ങളും ഈ സുഗന്ധമുള്ള കാറ്റും അതേപോലെ ഭംഗിയുള്ള കാഴ്ചകളും ഒക്കെ തുൻസീക്കും നിങ്ങളെ മറപ്പിക്കും, നിങ്ങളെ മറന്നു പോകുന്നവരാക്കും. എന്ത്? തമാമൻ പൂർണ്ണമായും. മശക്കത്ത സഫരി യാത്രാ പ്രയാസങ്ങളും വായന സൗദി മേലേക്ക് മലമുകളിലേക്ക് കയറി വരുമ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളെ മറപ്പിക്കും. മീൻസ് കയറി അവിടെ മൂന്നാറിൽ എത്താൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള കാറ്റും മറ്റു സുഖകരമായ ഭംഗിയുള്ള കാഴ്ചകളുമൊക്കെ ആ പ്രയാസങ്ങളെയൊക്കെ നമ്മളെ കൊണ്ട് മറപ്പിച്ച് കളയും. മീൻസ് അത്രയും നല്ല കാഴ്ചകളാണ് അവിടെ ഉള്ളത്. ഭാഗത്ത തനാവലി വജബത്തിൽ അതായി അങ്ങനെ ലഞ്ചിന് ശേഷം വസൽനായിലെ സദ്ദി മാട്ടുപ്പെട്ടി ഡാമിൽ ഞങ്ങളെത്തി. വൈല നുക്തത്തി സ്വദ അതേപോലെ എക്കോ പോയിന്റിലെത്തി. വസുമിയത്തി ബിഹ ഈ എക്കോ പോയിന്റ് എന്ന് പേര് വിളിക്കപ്പെട്ടു ആ പ്രദേശത്തിന്. ലി അന്നഹു കാരണം അത് യുംകിനു മിൻ ഹാദിഹിൽ മിൻ തൊക്കത്തി സമാഉ അസ്ദാ ഇസ്സൗത്തി ബിശക്ലിൻ വാദിഹിൻ ആ പ്രദേശത്ത് നിന്ന് ശബ്ദങ്ങളുടെ എക്കോ വളരെ വ്യക്തമായി കേൾക്കാൻ കഴിയും. അതുകൊണ്ടാണ് അതിന് എക്കോ പോയിന്റ് എന്ന് പേര് വിളിക്കപ്പെട്ടത്. തവജ്ജഹന ബഅദഹ അതിനുശേഷം ഞങ്ങൾ തിരിച്ചു ഇല മദീനത്തി മൂന്നാറിലേക്ക് തിരിഞ്ഞു. ലിസിയാറത്തിഹ മൂന്നാർ പട്ടണം സന്ദർശിക്കാൻ വേണ്ടി. വഷിറായി ഷായ് അതേപോലെ ചായപ്പൊടികൾ വാങ്ങാൻ വേണ്ടി. ആജബനി ഫി ത്വരിയഖി അവിടെയുള്ള വഴിയിലുള്ള കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. എന്തിൻ്റെ കാഴ്ച? അർലുൽ ജസരി ത്വാസജി പഴുത്ത ക്യാരറ്റുകളുടെ പ്രദർശനം. മീൻസ് ക്യാരറ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫഹ്വലിൽ ബൈ വിൽക്കാൻ വേണ്ടിയാണ്. റോഡ് സൈഡിൽ ക്യാരറ്റ് വെച്ച് വിൽക്കുമല്ലോ, അത് കണ്ടപ്പോൾ ഇയാൾക്ക് അത്ഭുതമായി. അങ്ങനെ ഒരു കാഴ്ച അവർ കണ്ടിട്ടുണ്ടാവില്ല. വ അഹദു അഹമ്മിൽ മഅ്കുലത്തിൽ ഖഫീഫ വൺ ഓഫ് ദ ലഘുവായിട്ടുള്ള ഒരു ഭക്ഷണം ക്യാരറ്റ് അല്ലേ. അല്ലത്തി യതനാവലുഹ അലാമത്ത് അസ്നാ തനസ്സുഹ് ഉല്ലാസയാത്രക്കിടെ അലാമത്ത് പബ്ലിക് പൊതുജനങ്ങൾ ലഘു ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് ക്യാരറ്റ്. ഷാഹദന ഫി മദീനത്തി കഥകളി മൂന്നാർ പട്ടണത്തിൽ വെച്ച് ഞങ്ങൾ കഥകളി കണ്ടു. വഹുവ ലാബുൻ തുറാസിയൻ ഷാബിയൻ അതൊരു പാരമ്പര്യ നാടൻ കളിയാണ്. റഫീഹി തുഹക്ക ഖിസ്സത്തുൻ ഡ്രാമിയത്തുൻ അതിൽ ഡ്രാമറ്റിക് ആയിട്ടുള്ള ഒരു കഥ പറയപ്പെടും. യഖൂമു റജുലുൻ ബിവദ്ഇ സീനത്തിൻ അലാ വജ്ഹിഹി ബി അൽവാനിൻ ഗരീബ അപരിചിതമായ നിറങ്ങളാൽ ഒരാൾ എന്ത് ചെയ്യും? ഈ കലാകാരൻ കഥകളി അവതരിപ്പിക്കുന്ന ആള് തൻ്റെ മുഖം അലങ്കരിക്കും. മുഖത്ത് എന്ത് ചെയ്യും? ചായങ്ങൾ തേക്കും. തോക്കസു എന്തിനാണത്? തോക്കസു ഷഖ്സിയത്തുഹു അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥയിലെ കഥാപാത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ചായം തേക്കും മുഖത്ത്. വയക്കൂമി ബി തഹരീക്കി ഐനേഹി എന്നിട്ട് കണ്ണുകൾ ചലിപ്പിക്കും. വഹാജിബൈഹി പുരികങ്ങളും വയദേഹി കൈകളും ഒക്കെ ചലിപ്പിക്കും. അല്ലത്തി യസ്തഖ്ദിമുഹാലി അമലിൽ കസീരി മിനൽ ഇഹാദ് ഇഹാദ് മീൻസ് ആംഗ്യം അല്ലേ. ധാരാളം ആംഗ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? കൈയും മറ്റേ കാലും ഇതൊക്കെ ചലിപ്പിക്കും. മാനിയമാത്തി തൊബലി അത് എന്തിൻ്റെ അകമ്പടിയോടെയാണ്? ചെണ്ടയുടെ അല്ലേ. തൊബലി മീൻസ് ചെണ്ടയുടെ സൗണ്ടോടെ. വൽ മുഗന്നി അതേപോലെ പാട്ടുകാരൻ്റെ ലിയഹക്കിയ ഖിസ്സത്തുഹു താൻ അവതരിപ്പിക്കുന്ന കഥ എങ്ങനെയാണ്? പറയലാണോ? അല്ല പാടലാണ് അല്ലേ. അത് പാട്ട് പാടുന്ന ഒരാളുണ്ടാവും.
ഈ കഥകളി അവതരിപ്പിക്കുന്ന ആള് ഈ ഡാൻസ് മാത്രമേ ഉള്ളൂ, അത് വായി തുറക്കില്ല. അങ്ങനെ സമിൽ അഷ്കാൽ ഫന്നിയ ഷാബിയ സഖാഫി ഫിമിൻതൊക്കെ നമ്മുടെ ഏരിയയിലുള്ള ഇതേപോലുള്ള നാടൻ കലാരൂപങ്ങളുടെ പേര് പറയാനാണത്. ഫി കുല്യാമിൻ എല്ലാ വർഷവും തുക്കാമുൽ ഇഹ്തിഫാലത്തു സിയാഹിയത്തു, എല്ലാ വർഷവും എന്ത് ചെയ്യും, ഇഹ്തിഫാലത്തു സിയാഹിയത്തു പിന്നെ ടൂറിസ്റ്റ് ഉത്സവങ്ങൾ നടത്തപ്പെടും. ഫത്തുസയ്യനുൽ അമാക്കിനു അവിടെ സ്ഥലങ്ങളൊക്കെ അലങ്കരിക്കപ്പെടും. വശവാരി റോഡുകളും ബിസുഹൂരി പൂക്കളാലും വല്ല അദ്വാഇൽ മുത്തലായിലെ തിളങ്ങുന്ന ലൈറ്റുകളാലും. ഇലാഫത്തൻ ഇല അതോടൊപ്പം മഹർജാനാത്തു സിബാഖുൽ കവാരിബ് നമ്മുടെ വള്ളംകളി ഉണ്ടാകും, വള്ളംകളി. പൂരമുണ്ട്, തൃശ്ശൂർ പൂരം അല്ലേ. വമഹർജാനാത്തു അൽഫീല ആന ഉത്സവം, ആന ഉത്സവം ഉണ്ടാവും. തൃശ്ശൂർ പൂരത്തിനൊക്കെ ആനകളെ നിർത്തിയിട്ടുണ്ടാവും അല്ലേ, അതുകൊണ്ടപ്പോൾ ആന ഉത്സവം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. യുംകിനുലിസാഹി യാത്രക്കാരൻ സഞ്ചാരിക്ക് സാധ്യമാണ് അന്യബ്ദ നഹാറഹു തൻ്റെ പകല് തുടങ്ങാൻ ബിഖ്തിയാരി എഹദ വജബാത്തിൽ ഇഫ്താരി ഒരു വൺ ഓഫ് ദി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഏതാണ്? മിസ്ല പുട്ടുകടല പോലുള്ളത്, ഇടിയപ്പം, അപ്പം, വല്ലാത്തയ്മത്തുൽ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ. പിന്നെന്താണുള്ളത്? സദ്യ അല്ലേ. വഹുവ വജബത്തുൻ തഖ്ലീദിയത്തുൻ ഫി കേരള, കേരളത്തിലെ ഒരു പരമ്പരാഗതമായ ഫുഡാണ് സദ്യ എന്ന് പറയുന്നത്. തഹ്തവി അലാ നഹ്വ 40 നൗഅൻ മിനൽ ഖുദരി 40ഓളം ഇനം പച്ചക്കറികൾ ഉൾക്കൊള്ളുന്ന സാധനമാണ് സദ്യ. യസ്ബഖുഹ അക്ലു അൽ പപ്പടം അൽ യാബിസ് ഉണങ്ങിയ പപ്പടം ഉണ്ടാവും അതിൻ്റെ കൂടെ. വത്തലിഹ അൻവ ഉൽ ഹൽവയാത്ത് അതിൻ്റെ ശേഷം അതോടൊപ്പം കുറേ സ്വീറ്റ്സ് ഉണ്ടാവും. സ്വീറ്റ്സ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്ന പായസമായിരിക്കും. ഉസ്കുർ ബാദൽ വജബാത്തുൽ മഷൂറ ഫി ബലദിന നമ്മുടെ നാട്ടിൽ പ്രശസ്തമായ ചില ഭക്ഷണങ്ങളുടെ പേര് പറയും. ദോശയൊക്കെ അല്ലേ. ഖാദർന മൂന്നാർ അങ്ങനെ ഞങ്ങൾ മൂന്നാർ വിട്ടു. അൽ ജമീല മനോഹരമായ മൂന്നാർ ഞങ്ങൾ വിട്ടു പോന്നു. മുത്തജിഹീനല്ല ഷല്ലാലാത്തി ആതിരപ്പള്ളിയിലുള്ള വെള്ളച്ചാട്ടങ്ങളിലേക്കാണ് ഞങ്ങൾ പിന്നെ പോയത്. വസ്തം താനാബി മുഷാഹദത്ത് ഷല്ലാലി മിനൽ അഅല വൽ അസ്ഫൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മേലെ നിന്നും താഴെ നിന്നും ഞങ്ങൾ ആസ്വദിച്ചു ആ വെള്ളച്ചാട്ടം. അവിടെ മേലെയും താഴെയും പോകല്ലേ. തവജ്ജഹനയില വസ്തി കൊച്ചി പിന്നെ ഞങ്ങൾ കൊച്ചിയിലേക്ക് പോയി, കൊച്ചിയുടെ സെൻറ്ററിലേക്ക് പോയി. നതജവ്വലു ദാഖിലഹ കൊച്ചി പട്ടണത്തിന്റെ കൊച്ചി സിറ്റിയുടെ ഉള്ളിൽ ഞങ്ങൾ നതജവ്വലു ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ലിഷിറ ഇബാദിൽ ഹദയ കുറച്ച് ഗിഫ്റ്റ്സ് വാങ്ങാൻ. വഫിൽ മസായി വൈകുന്നേരം ദഹബ്ന ഇല മതാരി കൊച്ചി എയർപോർട്ടിലേക്ക് ഞങ്ങൾ പോയി. തവജ്ജഹന ബഅദഹ ഇല ജിദ്ദ അതിന്റെ ശേഷം എയർപോർട്ടിൽ ഞങ്ങൾ വിമാനം കയറി ജിദ്ദയിലേക്ക് പോയി. വൻതഹന മിൻ ദിഹ്ലത്തിൻ ഇല അർളി ഷായ് വൽ ബഹാറാത്ത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും ചായപ്പൊടിയുടെയും നാട്ടിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്ര അവിടെ അവസാനിച്ചു. മീൻസ് കേരളത്തിലെ യാത്ര കഴിഞ്ഞു. കേരള അൽ ജമീല മനോഹരമായ കേരളം. ഇലലിക്ക ബൈ നിനക്ക് ബൈ അബുൽ യാസിയ റിയാൽ അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. അൽ അൻഷിദുദ്ദുറാസി നുക്മിലുൽ ജുംല ബി കലിമത്തിൻ മുനാസിബ് അനുയോജ്യമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൂരിപ്പിക്കാം. യജ്രി സിബാഖുൽ കവാരിബി ഈ വള്ളംകളി നടക്കുന്നു. ഫി അൽ ബുഹൈറത്തി കായലിലാണ് അല്ലേ. ആതിരപ്പള്ളി മഷ്ഹൂറത്തും ബി ഷല്ലാൽ വെള്ളച്ചാട്ടം കൊണ്ട് പ്രശസ്തമാണ് ആതിരപ്പള്ളി. യുസമ്മ അൽ മക്കാനു പൂവാർ അഷാത്തു ദഹബി പൂവാർ എന്ന പ്രദേശം അഷാത്തു ദഹബി സുവർണ തീരം എന്ന് അറിയപ്പെടുന്നുണ്ട്, ഗോൾഡൻ ബീച്ചാ. ഷർക്കു കേരള മിൻതക്കത്തുൻ ഷർക്കു കേരള മീൻസ് കേരളത്തിന്റെ കിഴക്ക് ഭാഗം. മിൻതക്കത്തുൻ ജബലിയത്തുൻ ഒരു മലമ്പ്രദേശമാണ് അല്ലേ. സദീഖുന ഹംദാൻ ഇബ്രാഹിം അന്നാജി അദ്ദേഹം മിനൽ ഖലീജ് ഗൾഫിലുള്ള നമ്മുടെ കൂട്ടുകാരനായ ഇദ്ദേഹം യുരീദ് സിയാറത്ത് കേരളം കാണാൻ ഉദ്ദേശിക്കുന്നു. നുഇദ്ദു കുത്തൈബത്തൻ നമുക്കൊരു ബുക്ക്ലെറ്റ് തയ്യാറാക്കാം. ലി ഇർഷാദിഹി ഇലൽ വിജഹാത്തി സിയാഹിയത്തി അദ്ദേഹത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് നയിക്കാൻ വേണ്ടി ടൂറിസ്റ്റ് പ്ലേസുകളെ കുറിച്ച് അറിയിച്ചു കൊടുക്കുന്ന ഒരു ബുക്ക്ലെറ്റ് നമുക്ക് തയ്യാറാക്കാം. ഫി കേരളത്തിലുള്ള ബിസ്തിആനത്തിന് ഖത്തി താലിയ താഴെയുള്ള പോയിന്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. എന്തൊക്കെയാണ് പോയിന്റുകളുള്ളത്? അശവാത്തി വൽ ബുഹൈറാത്ത് ബീച്ചുകളും കായലുകളും. ഹദീഖത്തുൽ ഹൈവാനാത്ത് സൂ. അൽ കൽആത്ത് കോട്ടകൾ. അഷല്ലാലാത്ത് വെള്ളച്ചാട്ടങ്ങൾ. മഹ്മിയത്ത് റിസർവുകൾ. മീന പോർട്ട്. അൽ കുഹൂഫ് ഗുഹകൾ. ഗാബാത്ത് കാടുകൾ. ഇലാജുൽ ആയുർവേദ ചികിത്സ. അൽ മനാദിറു തബീഇയ പ്രകൃതി കാഴ്ചകൾ. അൽ അസ്വാഖ് മാർക്കറ്റുകൾ. അങ്ങനെ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്കത് ഇങ്ങനെ തയ്യാറാക്കാം. അഹ്ലൻ ബിക യാ സദീഖന ഹംദാൻ കൂട്ടുകാര ഹംദാൻ സ്വാഗതം ഇങ്ങോട്ടേക്ക്. ഇല അർലിൽ ഇലാഹ് കേരള ഗോഡ്സ് ഓൺ കൺട്രിയായ കേരളത്തിലേക്ക് സ്വാഗതം. യുസ്ഇദുന അൻ നുഇദ്ദ ലക ഹാദൽ കുതൈബ ഈ ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതിൽ ഞങ്ങൾ സന്തോഷവാന്മാരാണ്. അൽ കുതൈബ് അൽ ഇർഷാദി ലി തസ്തംതിഅ ബി ജമാലി വ തനവ്വുഇ ഹാദിഹിൽ വിജ്ഹത്തി സാഹിറ ഈ മാസ്മരികമായ പ്രദേശത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയതാണിത്.
അൽ ബുഹൈറാത്ത് ഇതൊന്നും എഴുതണമെന്നില്ല, നേരെ ഇത് എഴുതിയാൽ മതി അല്ലേ. അൽ ബുഹൈറാത്ത് കേരളത്തിലുള്ള എന്തൊക്കെയാണ്? അൽ വിജ്ഹത്തു സിയാഹിയ ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതൊക്കെയാണ്? അൽ ബുഹൈറാത്ത്, ബാക്ക്വേർട്ടേഴ്സ്, കായൽസ് അല്ലേ, കായലുകൾ. ആലപ്പുഴ അല്ലേ, ആലപ്പുഴയിലുള്ള, അതായത് ഏതൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. മുഴുവനൊന്നുമല്ല, കുറച്ച് മാത്രം എഴുതിയിട്ടുണ്ട്. തജ്രിബത്തുൽ കാരിബിൽ ആയിം, അതായത് ഹൗസ് ബോട്ട് അവിടെ എന്ത് ചെയ്യാം? എക്സ്പീരിയൻസ് ചെയ്യാം. വൽ ഇസ്തിർഹ, ഹൗസ് ബോട്ടിൽ എന്ത് ചെയ്യാം? വിശ്രമിക്കാം. അൽ മനാത്തിക്കുൽ ജബലിയ, പിന്നെയുള്ളത് ഹിൽസ് അല്ലേ, പർവ്വത ഏരിയകൾ. ഏതൊക്കെയാണത്? മൂന്നാറുണ്ട്. സിയാറത്ത് മസാരി ഷായ്, ചായത്തോട്ടങ്ങൾ സന്ദർശിക്കാം. വത്തമത്തോ ബിത്തഖ്സിൽ ബാരിദ് വല്ലബാബ്, ലബാബ് മീൻസ് മൂടൽ മഞ്ഞ് മൂടിയ, അതേപോലെ ബാരിദ് കോൾഡായ തണുത്തായ, തൊക്കസ് അന്തരീക്ഷം, കാലാവസ്ഥ നമുക്ക് അവിടെ അനുഭവിക്കാം. പിന്നെ അൽ ഹയാത്തുൽ ബരിയ, വൈൽഡ് ലൈഫ്. ഏതൊക്കെയാണത്? മഹമിയത്തു, എല്ലാം ഓരോന്ന് മാത്രം കൊടുത്തിരിക്കുന്നതാണ്, കുറേ എഴുതാൻ പറ്റും അല്ലേ. മഹമിയത്ത് പെരിയാർ റിസർവ്, അവിടെ എന്ത് കാണാം? മുഷാഹത്തുൽ അഫ്യാൽ, ഫീലുകൾ, ആനകളെ കാണാം. മിൻ കാരിബിൻ ഫിൽ ബുഹൈറ, അവിടെയുള്ള കായലിലെ തോണിയിൽ നിന്നും അല്ലെങ്കിൽ ബോട്ടിൽ നിന്നും ആനകളെ കാണാൻ പറ്റും. അശവാത്തി, പിന്നെ ബീച്ചുകളുണ്ട് കേരളത്തിൽ ഒരുപാട്. ഉദാഹരണത്തിന് ഒന്ന് വർക്കല അല്ലേ. അൽ ഇസ്തിംതാഉ ബിൽ മുൻഹദറാത്ത് സഖ്രിയത്തി, അൽ മുത്തില്ലത്തെ അൽ ബഹരി, കടലിലേക്ക് എത്തി നോക്കുന്ന വലിയ എന്താ പറയുക പാറകൾ അല്ലേ, പാറക്കൂട്ടങ്ങൾ. അൽ മുൻഹദറാത്ത് സഖ്രിയ മീൻസ് പാറക്കൂട്ടങ്ങൾ, അത് അവിടുന്ന് കാണാൻ പറ്റും. താരിഖ് വൽ മീന, അതേപോലെ ചരിത്രവും പിന്നെ പോർട്ട് അല്ലേ, തുറമുഖം, അതെവിടെയാണുള്ളത്? ഫോർട്ട് കൊച്ചിയെ പഴയ ഒരു ഫീലിംഗ് തരുന്ന ഒരു സ്ഥലമാണ് അല്ലേ. മുഷാഹദത്തു ഷബാഖ് സയ്യിദ്, ഷബാഖ് സയ്യിദ് മീൻസ് ഷബാഖ് നെറ്റ്, വല, ചൈനീസ് നെറ്റ്, ചീന വലകൾ അവിടെ കാണാം. അസ്വീനിയ, ചീന വലകൾ. വൽ മബാനികൾ കദീമ, പഴയ കെട്ടിടങ്ങൾ കാണാം. ആരോഗ്യം, സിഹത്ത് അല്ലേ, വെൽനസ്. ഇലാജുൽ ആയുർവേദ ചികിത്സയുണ്ട്. ജൽസാത്തു തദ്ലീഖി വ തൻഖിയത്ത് ലി തജ്ദീദി ത്വഖത്ത്, നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഒഴിച്ചിലും മസാജിങ്ങും ഒക്കെ. അങ്ങനെ ഇത് എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, വളരെ കുറച്ച് മാത്രം ചേർത്തതാണ്. ഇനി ഇവിടെ പലതും കൊടുത്തിട്ടുണ്ടല്ലേ, കുഹൂഫ്, കാടുകളും ഗുഹകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നും എവിടെയൊക്കെ ഉള്ളത് എന്ന് എഴുതിക്കൊണ്ട് ബുക്ക്ലെറ്റ് തയ്യാറാക്കാം. ഇനി ജറത്ത് ഫി മദ്രസത്തിന് രഹിലത്തുൻ ദിറാസിയത്തിന് ആഗ്രയിലേക്കൊരു പഠനയാത്ര നമ്മുടെ സ്കൂളിൽ നിന്ന് പോയി. ഇസ്തഖറഖത്ത് രഹിലത്തു 10 അയ്യാമിൻ, 10 ദിവസം നീണ്ടു നിന്നു. നുഅയ്ദു മുദക്കറത്ത് യൗമിയത്തിൻ ലിഹാദിഹി രഹില, ആ യാത്രയുടെ ഒരു യാത്രാ വിവരണം തയ്യാറാക്കാം. നഖറു അന്നശ്ര, താഴെയുള്ള ബ്രോഷർ നമുക്ക് വായിക്കാം. അത്താലിയ വ നതാറഫു ബിഹ, ആ ബ്രോഷർ പരിചയപ്പെടാം. ബ്രോഷർ മീൻസ് ഒരു കമ്പനി അല്ലെ, ഒരു സ്ഥാപനം അവരുടെ ഒരു പരസ്യം പോലെ ചെയ്യുന്നതാണ്. കേരളം മർക്കസുൻ ആലമിയുൻ, എ ഗ്ലോബൽ ഹബ്, എന്തിനുള്ള? സിയാഹത്തി, ഫോർ ടൂറിസം, വ ഇലാജി ആയുർവേദ ആൻഡ് ആയുർവേദിക് ട്രീറ്റ്മെന്റിനും ടൂറിസത്തിനുമുള്ള ഒരു വേൾഡ് ഹബ്ബാണ്, ഒരു ഗ്ലോബൽ ഹബ്ബാണ്, കേന്ദ്രമാണ് കേരളം. നതമന്നലക്കും, വി വിഷ് യു ഉത്ലതൻ മുരീഹത്തൻ, റിലാക്സിംഗ് വെക്കേഷൻ, റിലാക്സിംഗ് ഹോളിഡേയ്സ്. തഹത്ത വക്കാലത്ത് സഫരി വിത്ത് അൽഖമർ ട്രാവൽ ഏജൻസി, വക്കാലത്ത് സഫർ മീൻസ് ട്രാവൽ ഏജൻസി. അതായത് അവരാണ് ഈ ബ്രോഷർ തയ്യാറാക്കിയത് അല്ലേ. അൽഖമറിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവധിക്കാലം ആസ്വദിക്കാം കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. കുംന ബിത്തൻവി മജാലി ഖിബറത്തിന്, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ എന്ത് ചെയ്തു? വിഭജിച്ചു തരുന്നു. ഇല അൻഷത്തു സഫരിയാത്ത്, എന്തിലൊക്കെ ഞങ്ങളുടെ സേവനം ലഭ്യമാക്കുന്നത്? അൻഷത്തു സഫരിയ മീൻസ് ടൂറിസവുമായി ബന്ധപ്പെട്ട, യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. എന്തൊക്കെ? മിസ്ല ഹജ്ജ് തദ്കിറ, ടിക്കറ്റ് ബുക്കിങ്സ്, അതേപോലെ തൗഫീദ് സയ്യാറത്തിൻ ഫാഖിറ, ആഡംബര കാറുകൾ ലഭ്യമാക്കും ഞങ്ങൾ. വൈദാറത്തെ അയ്യാമിൽ ഒത്തുലത്തി, വെക്കേഷൻ ഡേയ്സ്, ഹോളിഡേയ്സ് ഞങ്ങൾ പ്ലാൻ ചെയ്തു തരാം അല്ലേ, മാനേജ് ചെയ്തു തരും. എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോകണം, എത്ര സമയം അവിടെ ചിലവഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യും. വഹജിൽ ഫുന്ദുഖ്, ഹോട്ടലുകൾ, നല്ല ഹോട്ടലുകൾ ഞങ്ങൾ ബുക്ക് ചെയ്യും. വദാലിക ബിഹദഫി കസ്ബി റിള ഉമലാഇന, ഞങ്ങളുടെ ഉമല മീൻസ് കസ്റ്റമേഴ്സ്, ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ റിള, തൃപ്തി സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. മിൻ ഖിലാലി തഖ്ദീമി അഫ്ളൽ ഖിദമാത്ത് ലഹും, അതിനുവേണ്ടി ഞങ്ങൾ ഏറ്റവും നല്ല സേവനം തന്നെ നൽകുന്നതാണ്. ഓക്കെ. നുലാഹിദുൻ നശറത്ത സാബിഖത, ഈ ബ്രോഷർ നമുക്ക് നോക്കാം. അതേപോലെ താഴെയുള്ള വിഷയങ്ങളിൽ ബ്രോഷേഴ്സ് ഉണ്ടാക്കാം. എന്തൊക്കെ വിഷയങ്ങളാണ്? സിയാഹത്തു തിബ്ബിയത്തു ലി ഇലാജി ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയുള്ളൊരു സിയാഹത്തു തിബ്ബിയ എന്താ പറയുക, ഒരു മെഡിക്കൽ ടൂർ അല്ലേ. അസിയാഹത്തു താരിഖിയ, ഒരു ചരിത്ര ടൂർ. കൽ ഹുസൂനി വൽ കലാത്തി വൽ ആസാരി താരിഖിയ, കോട്ടകളിലേക്കും അതേപോലുള്ള
ചരിത്രപരമായ സ്ഥലങ്ങളിലേക്കുമുള്ള ടൂറ്, അതിൻ്റെ ഒരു ബ്രോഷർ തയ്യാറാക്കാം. അസിയാത്തുൽ ബഹരിയ, ഒരു കടൽ യാത്ര. അസിയാത്തുൽ ബരിയ അൽ ജബലിയ, അതേപോലെ മലയിലേക്കുള്ള യാത്ര. പിന്നെ ഇത് ഫിലിമൻ, ഇതിനെക്കുറിച്ചൊരു റിഹ്ലത്ത് സിയാഹത്ത് ഖുംന ബിഹാ ഖൈറൻ കമാ നശാഹിദ് അൽ മവാഖിഅ് സിയാഹിയ, ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചുള്ള ഒരു ഫിലിം തയ്യാറാക്കാനാണ്. പിന്നെ നഖ്റഉൽ ഫിക്രത്ത് താലിയ വ നുതർജിമുഹ ഇലൽ ഇൻജിലീസിയ, താഴെയുള്ള പാരഗ്രാഫ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. കൈറല വിലായത്തുൻ മുബാറക്കത്തുൻ, കേരള ഈസ് എ ബ്ലെസ്ഡ് സ്റ്റേറ്റ് ബിതബിയതിഹ അൽ ജമീല ബൈ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ നേച്ചർ. في شرقها الجبال الغربية, to its east الجبال الغربية western Ghats له, وفي غربها and to its west البحر الغربي Arabian Sea. وفي Kerala كثير من الأنهار and there are many rivers in Kerala. وتضم 11 محمية للحيوانات, and Kerala includes 11 reserve forests അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. മഹമിയത്തുൽ ഹൈവാനാത്തുൽ ബരിയ മീൻസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞത്. മഹമിയത്തുൽ തുയൂർ ആൻഡ് എ ബേർഡ് സാങ്ച്വറി. മഹമിയത്തുൽ തുയൂർ മീൻസ് ബേർഡ് സാങ്ച്വറി അല്ലേ. തട്ടക്കാട്ടുള്ളൊരു ബേർഡ് സാങ്ച്വറി കേരളത്തിലുണ്ട്. നഖ്റഉൽ ജുമലാത്തി വ നതഅറഫ, അതിന് താഴെയുള്ള കുറച്ച് ഒരു ബലാഗയാണ് ഇനി പറയാൻ പോകുന്നത്. ബലാഗ മീൻസ് ഇപ്പോൾ പറഞ്ഞുതരാം. അലിയുൻ കൽ അസദ് ഫി ശജാഅത്തി, ധീരതയിൽ അലി ഒരു സിംഹത്തെ പോലെയാണ്. അലിയുൻ, അലി, കൽ അസദി, സിംഹത്തെ പോലെയാണ്. ഫി ശജാഅത്തി, ധീരതയുടെ കാര്യത്തിൽ. അടുത്തത് വജ്ഹു ഇർഫാൻ കൽ ബദ്രിൽ മുനീരി, ഇർഫാന്റെ മുഖം തിളങ്ങുന്ന പൂർണ്ണചന്ദ്രനെ പോലെയാണ്. ബദ്ർ മീൻസ് പൂർണ്ണചന്ദ്രൻ, അൽ മുനീർ തിളങ്ങുന്ന പൂർണ്ണചന്ദ്രനെ പോലെയാണ് ഇർഫാന്റെ മുഖം. ഫിൽ ദിയാഇ, വെളിച്ചത്തിന്റെ കാര്യത്തിൽ, പ്രകാശത്തിന്റെ കാര്യത്തിൽ. മീൻസ് ഇർഫാന്റെ മുഖം കൊണ്ട് നല്ല വെളിച്ചമാണ്, തിളക്കമാണ്. ഏതുപോലെ? പൂർണ്ണചന്ദ്രനെ പോലെ ഉണ്ടാകും. ഹുലുക്കു ജാസിം, ജാസിമിന്റെ സ്വഭാവം കൽമായി, വെള്ളം പോലെയാണ്. ഫി സഫായി, അതിന്റെ തെളിമയിൽ, നല്ല തെളിഞ്ഞ നല്ല സ്വഭാവമാണ് ജാസിമിന്റെ, പച്ചവെള്ളം പോലത്തെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാദൃശ്യപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്തിനെ സാദൃശ്യപ്പെടുത്തി? അലിയെ സിംഹത്തിനോട് സാദൃശ്യപ്പെടുത്തി. ഏത് വിഷയത്തിൽ? ധീരതയുടെ വിഷയത്തിൽ. അതേപോലെ ഇർഫാന്റെ മുഖത്തെ പൂർണ്ണചന്ദ്രനോട് സാദൃശ്യപ്പെടുത്തി. ഏത് വിഷയത്തിൽ? മുഖത്തിന്റെ ആ വെളിച്ചത്തിന്റെ വിഷയത്തിൽ. അതേപോലെ ജാസിമിന്റെ സ്വഭാവത്തെ വെള്ളത്തോട് സാദൃശ്യപ്പെടുത്തി. ഏത് വിഷയത്തിൽ? സഫായിൽ, ആ തെളിമയിൽ. അപ്പോൾ ഇങ്ങനെ സാദൃശ്യപ്പെടുത്തുന്നതിനാണ് അറബിയിൽ തശ്ബീഹ് എന്ന് പറയുക. എന്താ പറയുക? തശ്ബീഹ്. ഓക്കെ, താഴെ നോക്കുക, തശ്ബീഹിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾ ഇതേപോലെ 4 തശ്ബീഹിന്റെ സെന്റൻസുകൾ ഉണ്ടാക്കാം, അത് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അത് ആദ്യം നോക്കാം. 4 തശ്ബീഹ്. അൽ വറക്കത്തുൽ ബൈലാഉ, വെള്ള പേപ്പർ, കസൽജി, മഞ്ഞ് പോലെയാണ്. ഫിൽ ബയാദ്, അതിൻ്റെ ആ വെളുപ്പിൽ അല്ലേ. അപ്പോൾ പേപ്പറിനെ മഞ്ഞിനെ പോലെ ഉപമിച്ചു. സ്വദീഖി കവിയൻ, എൻ്റെ കൂട്ടുകാരൻ ശക്തനാണ്. കൽ ഹജരി, കല്ല് പോലെ. ഫിൽ കുവ്വത്തി, ശക്തിയുടെ കാര്യത്തിൽ കല്ല് പോലെ ശക്തനാണ് എൻ്റെ കൂട്ടുകാരൻ. അൻതക ശംസി ഫിൽ ദിയാഇ, നീ അല്ലെങ്കിൽ താങ്കൾ അങ്ങ് വെളിച്ചത്തിന്റെ കാര്യത്തിൽ സൂര്യനെ പോലെയാണ്. നേരത്തെ ഒരാൾ ചന്ദ്രനെ പോലെയാന്ന് പറഞ്ഞു അല്ലേ, അതേപോലെ സൂര്യനെ പോലെയാണ്. ഇത് ഒരു കവി രാജാവിനെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയൊരു കവിതയുടെ ഭാഗമാണ് അൻതക ശംസി ഫിൽ ദിയാഇ എന്നുള്ളത്. അൽ വലതു സരിയോൻ, വലത് ഭയങ്കര സ്പീഡാണ്. കൽ ഫഹദി, ഏതുപോലെ? ചീറ്റപ്പുലിയെ പോലെ. ഫിർ റക്ലി, ഓട്ടത്തിന്റെ കാര്യത്തിൽ ചീറ്റപ്പുലിയെ പോലെ സ്പീഡാണ് ആ കുട്ടി. എന്നുവെച്ചാൽ ഇതൊക്കെ തശ്ബീഹ് ചെയ്തതാണ്, ഓരോന്നുമായിട്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അതിനാണ് തശ്ബീഹ് എന്ന് പറയുക. നോക്കാം. തശ്ബീഹ് എന്നാൽ ഹുവ ബയാനുൻ, അതൊരു പറയലാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യലാണ് അല്ലെങ്കിൽ പറയലാണ് എന്ന് പറയാം. എന്ത് പറയലാണ്? അന്ന ഷൈഅൻ, ഒരു കാര്യം, ഔ അക്സർ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ, ഷാറക്കത്ത്, പങ്കുചേർന്നിരിക്കുന്നു, ഗൈറഹ, മറ്റുള്ളവയുമായിട്ട്. അതായത് മറ്റുള്ളവ അതേ പോലെ ആയിരിക്കുന്നു. ഫി സിഫത്തിൻ, ഏതെങ്കിലും ഒരു സിഫത്തിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യവുമായിട്ട് പങ്കുചേർന്നിരിക്കുന്ന ഒരു കാര്യം. ഔ അക്സർ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് പങ്കുചേർന്നിരിക്കുന്നു. എങ്ങനെ? ബി അദാത്തിൻ, ഒരു അദാത്ത് കൊണ്ട്. അദാത്ത് ഏതാണ്? ഹിയൽ കാഫ്, കാഫാണ് അദാത്ത്. ഔ നെഹവ, അല്ലെങ്കിൽ കാഫ് പോലുള്ള മറ്റു വാക്കുകൾ, പോലെ എന്നുപയോഗിക്കുന്ന വാക്കുകൾ. മൽഫൂലത്തൻ ഔ മൽഹൂലത്തൻ, ഒന്നുകിൽ ഈ കാഫിനെ പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ പറയാതെയും ഉണ്ടാകും.
സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കുന്ന രൂപത്തിൽ കാഫ് പറയാതെയും ഇരിക്കും. വലഹു അർബഅത്തു അർക്കാനിൻ, ഈ തശ്ബീഹിന് 4 റുക്കനുകൾ, 4 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അൽ മുഷബ്ബഹ്, പിന്നെ വൽ മുഷബ്ബഹു ബിഹി, പിന്നെ വ അദാത്തു തശ്ബീഹി, വ വജ്ഹു ഷബഹ്. ഈ 4 ഘടകങ്ങളാണുള്ളത്. അത് ഈ ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും. അലിയുൻ കൽ അസദി ഫി ഷജാഅത്തി എന്നതൊരു തശ്ബീഹാണ്, സാദൃശ്യപ്പെടുത്തിയതാണ് അല്ലേ. ഇതിൽ അലിയുൻ എന്ന വാക്കിനെയാണ് തശ്ബീഹ് ചെയ്തിരിക്കുന്നത്, സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അലിയാണ് ഇവിടെ മുഷബ്ബഹ്. അലീനെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയത്? അസദിനോടാണ് അല്ലേ, സിംഹത്തിനോടാണ്. അതുകൊണ്ട് അസദാണ് മുഷബ്ബഹും ബിഹി. അപ്പോൾ അലി എന്താണ്? അൽ മുഷബ്ബഹാണ്, അസദ് അൽ മുഷബ്ബഹു ബിഹിയാണ്. ഇനി എങ്ങനെയാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? അദാത്തിൻ, ബി അദാത്തിൻ, ഒരു അദാത്ത് കൊണ്ട്. അദാത്ത് ഏതാണ്? കാഫാണ് അല്ലേ. അലിയുൻ കൽ അസദി എന്നാണ് പറഞ്ഞത്, സിംഹത്തെ പോലെ. അങ്ങനെ പോലെ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അദാത്താണ്, ഉപയോഗിക്കുന്ന വാക്കാണ് അദാത്ത്. ആ അദാത്ത് ഇവിടെ ഏതാണ്? കായാണ് അല്ലേ. കാ ഉപയോഗിക്കാം, മിസ്ല ഉപയോഗിക്കാം, നഹവ ഉപയോഗിക്കാം, അങ്ങനെയുള്ള പോലെ എന്ന അർത്ഥം കിട്ടുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കാം. അലിയുൻ കൽ അസദി, അലി സിംഹത്തെ പോലെയാണ്. അതിൽ അലിയെയാണ് നമ്മൾ തശ്ബീഹ് ചെയ്തത്, അതുകൊണ്ട് അലി മുഷബ്ബഹാണ്. പിന്നെ അസദിനോടാണ് അലിയെ തശ്ബീഹ് ചെയ്തത്, അതുകൊണ്ട് അസദ് മുഷബ്ബഹും ബിഹിയാണ്. ക എന്ന അദാത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് തശ്ബീഹ് ചെയ്തത്, അതുകൊണ്ട് ആ കാഫാണ് അവിടെ അദാത്ത്. ഇനി മറ്റൊരു കാര്യമുള്ളത് വജ്ഹു ഷബഹാണ്. വജ്ഹു ഷബഹ് എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലാണോ നമ്മൾ അലിയെ അസദിനോട് ഉപമിച്ചത്, ആ വിഷയത്തിനാണ് വജ്ഹു ഷബഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏത് വിഷയത്തിലാണ് ഉപമിച്ചിരിക്കുന്നത്? ഷജാഅത്ത്, ധീരത എന്ന വിഷയത്തിലാണ് അല്ലേ. അപ്പോൾ ആ ഷജാഅത്ത്, ധീരത, അതാണ് ഇവിടെ വജ്ഹു ഷബഹ്. ഓക്കെ. അപ്പോൾ 4 റുക്കനുമായി അലി മുഷബ്ബഹ്, ക അദാത്ത്, അസദ് മുഷബ്ബഹു ബിഹി, ഷജാഅത്ത് വജ്ഹു ഷബഹ്. ഇതാണ് തശ്ബീഹ്. അപ്പം ഇങ്ങനെ സാദൃശ്യപ്പെടുത്തുന്നതിനാണ് തശ്ബീഹ് എന്ന് പറയുക. ഇനി വജ്ഹു ഇർഫ എന്നുള്ളതിൽ മുഷബ്ബഹ് ഏതാണ്? വജ്ഹ്, അതാണ് മുഷബ്ബഹ്, മുഖം അല്ലേ, അല്ലെങ്കിൽ ഇർഫാൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ മതി. ഏതാണ് മുഷബ്ബഹു ബിഹി? ഇർഫാൻ്റെ മുഖത്തിനെ എന്തിനോടാണ് തശ്ബീഹ് ചെയ്തിരിക്കുന്നത്? ബദറിനോടാണ് അല്ലേ, അല്ലെങ്കിൽ അൽ ബദറുൽ മുനീർ. അൽ ബദറുൽ മുനീറിനോടാണ്, തിളങ്ങുന്ന പൂർണ്ണേന്ദ്രനോടാണ്. അപ്പോൾ അൽ ബദറുൽ മുനീറാണ് മുഷബ്ബഹും ബിഹി. വജ്ഹു ഇർഫാൻ മുഷബ്ബഹ്, ബദറുൽ മുനീർ മുഷബ്ബഹും ബിഹി. അദാത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്? കാഫാണ് അല്ലേ. അതെ. ഇനി ഏത് വിഷയത്തിലാണ്? ലിയാ, പ്രകാശം എന്ന വിഷയത്തിലാണ് പിന്നെ ഇവനെ മുഖത്തിനെ മറ്റേതുമായിട്ട് സാദൃശ്യപ്പെടുത്തിയത്, അതുകൊണ്ട് ലിയ ആണ് വജ്ഹു ഷബഹ്. അപ്പോൾ ഇതിൽ രണ്ടും ഒരേ കാര്യത്തിൽ ഒരുമിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അതെന്താണ് ഈ ഒരുമിക്കൽ? വജ്ഹു ഇർഫാൻ്റെ മുഖത്തിനും തിളക്കമുണ്ട്, ബദറുൽ മുനീറിനും തിളക്കമുണ്ട്. ഇർഫാൻ്റെ മുഖത്തിനും വെളിച്ചമുണ്ട്, ബദറുൽ മുനീറിനും വെളിച്ചമുണ്ട്. അപ്പോൾ രണ്ടും വെളിച്ചമുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപമിക്കുന്നത്, സാദൃശ്യപ്പെടുത്തുന്നത്. അലിയും സിംഹവും, അലിയും ധീരനാണ്, സിംഹവും ധീരനാണ്. അതായത് ഈ വജ്ഹു ഷബഹ് 2 കാര്യത്തിലും ഉണ്ടാകും. മുഷബ്ബഹിലും ഉണ്ടാകും, മുഷബ്ബഹു ബിഹിയിലും ഉണ്ടാകും. അലിയിലും ഷജാഅത്തുണ്ട്, അസദിലും ഷജാഅത്തുണ്ട്. അങ്ങനെ രണ്ടിലുമുള്ള ഒന്നിനെ മറ്റൊന്നിനോടാണ് സാദൃശ്യപ്പെടുത്തുക. ഇപ്പൊ അലിയുൻ കൽ ഫഅരി ഫി ഷജാഅത്തി എന്ന് പറയാൻ പറ്റുമോ? അലി ധീരതയുടെ കാര്യത്തിൽ എലിയെ പോലെയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഷജാഅത്ത് എന്ന ഗുണം എന്തിലില്ല? എലിയിലില്ല. അപ്പോൾ സാദൃശ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഏതൊരു വിഷയമാണോ നമ്മൾ സാദൃശ്യപ്പെടുത്തുന്നത്, ആ വിഷയം ആരോടാണ് സാദൃശ്യപ്പെടുത്തുന്നത്? അയാളിലും ഉണ്ടായിരിക്കണം, ഇയാളിലും ഉണ്ടായിരിക്കണം, അലിയിലും ഉണ്ടായിരിക്കണം, അസദിലും ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഷാറക്കത്ത് ഗൈറഹ, മറ്റുള്ള ഒന്നുമായിട്ട് പങ്കുചേർന്ന്. മീൻസ് ഈ നമ്മൾ വിശദീകരിക്കുന്ന കാര്യം ധീരതയുടെ കാര്യത്തിൽ പങ്കുചേർന്നിരിക്കുന്നു മറ്റുള്ള ഒന്നുമായിട്ട്. അതായത് അലി ധീരതയുടെ വിഷയത്തിൽ ഷാറക്കത്ത് പങ്കുചേർന്നു എന്തുമായിട്ട്? സിംഹവുമായിട്ട്. കാരണം അലിയിലും ധീരതയുണ്ട്, സിംഹത്തിലും ധീരതയുണ്ട്. അതാണ് ഷാറക്കത്ത് ഗൈറഹ എന്ന് പറഞ്ഞത്. ഫി സിഫത്തിൻ, ഒരു സിഫത്തിൽ. ഏത് സിഫത്തിൽ? ധീരത എന്ന സിഫത്ത് അലിയിലുമുണ്ട്, സിംഹത്തിലുമുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ആ ധീരത എന്ന സിഫത്തിൽ പങ്കുചേർന്നിരിക്കുന്നു. ഓക്കെ. ഇനി അവസാനം കൊടുത്തിരിക്കുന്നത് യജിബു അൻ യകൂന വജ്ഹു ഷബഹി അഖ്വാ വ അൽഹറു ഫിൽ മുഷബ്ബഹി ബിഹി മിൻഹു ഫിൽ മുഷബ്ബഹി. വജ്ഹു ഷബഹ് മുഷബ്ബഹു ബിഹിയിൽ കൂടുതലായിരിക്കണം മുഷബ്ബഹിനേക്കാൾ. അതായത് വജ്ഹു ഷബഹ് ഇവിടെ അലിയുടെ ധീരത വിഷയത്തിൽ ധീരതയാണ് വജ്ഹു ഷബഹ് അല്ലേ. അപ്പോൾ ധീരത
മുഷബ്ബഹ് ബിഹിയിലാണ് കൂടുതൽ വേണ്ടത്, മുഷബ്ബഹിലാകരുത്. എന്ന് വെച്ചാൽ അലിയേക്കാൾ ധീരൻ ആരാണ്? അസദാണ്. അപ്പോൾ അലി സിംഹത്തെ പോലെയാണ് എന്നാണ് പറയേണ്ടത് സാദൃശ്യപ്പെടുത്തുമ്പോൾ, തശ്ബീഹ് ചെയ്യുമ്പോൾ. സിംഹം അലിയെ പോലെയാണ് എന്ന് പറയാൻ പറ്റില്ല. സിംഹത്തിന്റെ ധൈര്യത്തിനെ കൊണ്ട് പുകഴ്ത്തണമെങ്കിൽ സിംഹത്തിനേക്കാൾ ധൈര്യമുള്ള ആളുമായിട്ട് സാദൃശ്യപ്പെടുത്തണം. പിന്നെ ഇർഫാന്റെ മുഖത്തിന് ചന്ദ്രനുമായിട്ട് സാദൃശ്യപ്പെടുത്തി. ശരിക്കും ഇർഫാന്റെ മുഖത്തിന്റെ വെളിച്ചം ചന്ദ്രന്റെ വെളിച്ചത്തിന്റെ അത്ര ഉണ്ടോ? ഇല്ല. അപ്പൊ വെളിച്ചം എന്ന വജ്ഹു ശബഹ് ആരിലാണ് കൂടുതലുള്ളത്? മുഷബ്ബഹിലാണോ മുഷബ്ബഹ് ബിഹിയിലാണോ? മുഷബ്ബഹ് ബിഹിയിൽ, ചന്ദ്രനിലാണ് കൂടുതലുള്ളത്. അപ്പോൾ മുഷബ്ബഹ് ബിഹിയിലായിരിക്കണം കൂടുതലുള്ള ഒന്നിനോട് മാത്രമേ സാദൃശ്യപ്പെടുത്താൻ പാടുള്ളൂ. ഓക്കെ, അതാണ് തശ്ബീഹ്. ഓക്കെ.